നമ്മളിൽ ഭൂരിഭാഗവും പരാജയപ്പെടുന്നത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ ജയിക്കാനുള്ള ആഗ്രഹമില്ലാത്തത് അല്ല. മറിച്ച് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ അധികം ഭാരം പേറുന്നതുകൊണ്ടാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഇന്ന് നിങ്ങളെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വസ്ഥത കളയുന്ന ആ ഭാരം എന്താണ്? നമ്മളൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പഴയ അപമാനങ്ങൾ, മുറിവുകൾ, ദേഷ്യം, പേടി, ചിലരുടെ മോശം വാക്കുകൾ, ഇങ്ങനെ എന്തൊക്കെയോ ഭാരങ്ങൾ നമ്മൾ അറിയാതെ ചുമക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഉയരത്തിൽ പറക്കാനും വിജയവും പണവും നല്ലൊരു ജീവിതം സ്വപ്നം കാണാനും ഒക്കെ സാധിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ഇങ്ങനെ വികാരങ്ങളുടെ ഭാരം പേറി നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉയരാൻ കഴിയില്ല. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഭാരങ്ങൾ വളർച്ച എങ്ങനെ തടയുന്നുവെന്നും അതെങ്ങനെ ഉപേക്ഷിക്കാമെന്നും നിങ്ങൾക്ക് ശരിക്കും പറക്കണമെങ്കിൽ എത്രത്തോളം ലൈറ്റ് ആവണം, ഭാരക്കുറവ് വേണം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക, തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാവർക്കും നല്ലൊരു ജീവിതം വേണം. എല്ലാവർക്കും ബഹുമാനം, വിജയം, സമാധാനം, സാമ്പത്തിക സ്വാതന്ത്ര്യം ഒക്കെ വേണം. ചിലർ വലിയ വീട് സ്വപ്നം കാണുന്നു, ചിലർ ഒരു ലക്ഷറി കാറാവും സ്വപ്നം കണ്ടവ, ചിലർ അവരുടെ കുടുംബത്തിന് അവർക്ക് കിട്ടാതെ പോയ നല്ലൊരു ജീവിതം കൊടുക്കാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷെ ആരും പുറത്തേക്ക് വരാത്തൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? അവർ കാണുന്ന സ്വപ്നത്തിലേക്ക് ഉയരാൻ അവർ ക്യാരി ചെയ്യുന്ന ഭാരം അവരനുവദിക്കുന്നില്ല. ഭാരം എന്ന് പറയുമ്പോൾ പഴയ വേദനകൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഇപ്പോഴും മനസ്സ് നീറുന്ന ചില അപമാനങ്ങൾ, ഈഗോ, അമിതമായ ചിന്തകൾ, 5, 10, 15 വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ കഥകൾ ഒക്കെ ഉണ്ടാവും. ഒന്ന് പറഞ്ഞേ, ഇത്രയും ഭാരം ചുമന്ന് എങ്ങനെ ഒരാൾക്ക് പറക്കാനാകും? അല്ലേ? നിങ്ങൾ എത്ര വലിയ പ്രശ്നമാണോ പരിഹരിക്കുന്നത് അത്രയും വലുതായി നിങ്ങൾ മാറുമെന്ന് പറയും. ഒരു ലൈഫ് ചേഞ്ചിങ് ആയ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്മോൾ പ്രോബ്ലം ഈസ് ഈക്വൽ ടു സ്മോൾ മണി, ബിഗ് പ്രോബ്ലം ഈസ് ഈക്വൽ ടു ബിഗ് മണി. വിശദീകരിച്ച് തരാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു സാധാരണ പനി വന്നെന്ന് വിചാരിക്കുക. എത്ര ഉറുപ്പിക ലോക്കും ആൾ? അടുത്ത ഏതെങ്കിലും ഒരു സാധാ ഡോക്ടർ അടുത്ത് പോകും. 50-100 ഉറുപ്പിൻ്റെ ഗുളിക എഴുതും ഡോക്ടർ. അത് വാങ്ങും, അസുഖം മാറും. കാരണം അതൊരു ചെറിയ പ്രശ്നമാണ്. എന്നാൽ ഒരാൾക്കൊരു ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി ഇഷ്യൂസൊക്കെ വന്നാലോ ആളുടെ കുടുംബം പറയുക 100 ഉറുപ്പിൻ്റെ ഗുളിക വാങ്ങാമെന്ന്. ഇല്ല, അവർ കയ്യിലുള്ള പൈസ മുഴുവൻ എടുക്കും. അത് കഴിഞ്ഞാൽ വീടും സ്ഥലവും സ്വർണ്ണവും ഒക്കെ വിറ്റ് ചികിത്സിക്കും. കാരണം ആ പ്രശ്നം വലുതാണ്. ഇവിടെ ആരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്? ചെറിയ പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിഹരിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഡോക്ടറോ? തീർച്ചയായും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഡോക്ടർ തന്നെ, അല്ലേ? ജീവിതം അതുപോലെയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് വലുതാവണമെങ്കിൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ തുടങ്ങുക. ചെറിയ വഴക്കുകളിലോ ഈഗോ പ്രശ്നങ്ങളിലോ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നുള്ള ഡ്രാമയിലോ ഒന്നുമല്ല നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കേണ്ടത്. നിങ്ങളുടെ ഊർജ്ജം വളർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ ചെറിയ തർക്കങ്ങൾക്ക് വേണ്ടി ആകരുത്. ഇങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു വിദേശയാത്ര പോവുകയാണ്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ബസ്സിൽ കയറി. ലഗേജൊക്കെ കൊണ്ട് ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ലഗേജിൻ്റെ ഭാരം നോക്കാറുണ്ടോ? ഇല്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിൻ വന്നു, അതിൽ കയറി ടി നിങ്ങളുടെ ബാഗിന് 20 കിലോ അല്ലെങ്കിൽ 30 കിലോ ഭാരമുള്ളൂ നോക്കുമോ? ഇല്ല. നിങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഉള്ള സ്റ്റേഷനിൽ ഇറങ്ങി, ട്രെയിൻ ഇറങ്ങി, ഇനി ഒരു ഓട്ടോ പിടിച്ച് എയർപോർട്ടിൽ പോകണം. നിങ്ങൾ ഓട്ടോയിൽ കയറി ഡ്രൈവർ ചോദിക്കുമോ നിങ്ങളുടെ പെട്ടിക്ക് എത്ര ഭാരം ഉണ്ടെന്ന്? ഇല്ല. നിങ്ങൾ എയർപോർട്ടിലെത്തി, ചെക്കിൻ കൗണ്ടറിൽ പോയിട്ട് അവിടെ ലൈനിൽ നിന്ന് ഫസ്റ്റ് നിങ്ങളുടെ ബാഗിൻ്റെ വെയിറ്റ് അവർ നോക്കും. 20 കിലോ അലവൻസ് നിങ്ങളുടെ ടിക്കറ്റിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 21 കിലോ ആയാൽ അവർ പറയും 1 കിലോ ഒഴിവാക്കണം, അല്ലെങ്കിൽ എക്സസ് ബാഗേജ് ചാർജ് അടയ്ക്കണമെന്ന്. അല്ലേ? എന്തുകൊണ്ടത്? അതിൻ്റെ കാരണം നിലത്തുകൂടി നടക്കാൻ അല്ലെങ്കിൽ ഭൂമിയിലൂടെ നടക്കാൻ ഭാരം കുറഞ്ഞവനാകേണ്ട ആവശ്യമില്ല. പക്ഷെ 35,000 അടി അല്ലെങ്കിൽ 40,000 അടി ഉയരത്തിൽ പറക്കാൻ ഭാരം കുറഞ്ഞേ തീരും. ജീവിതം അതുപോലെയാണ്. ആർക്കും ദേഷ്യം, അഹങ്കാരം, പക, അസൂയ, വേദന എന്നിവയൊക്കെ ചുമന്ന് ജീവിതത്തിലൂടെ നടന്നു പോകാൻ കഴിയും, കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും. എന്നാൽ നിങ്ങൾക്ക് പറക്കണം, മറ്റുള്ളവരെക്കാൾ ഉയരങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഭാരമില്ലാത്തതായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഭാരമുള്ള മനസ്സിന് ഒരിക്കലും ഉയരാൻ കഴിയില്ല. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കുക. കണ്ടിട്ടില്ല ടി വിയിലൊക്കെ? റോക്കറ്റ് വിക്ഷേപണത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും അത് ഓരോ ഭാഗം താഴേക്കിടും, ഒഴിവാക്കും. കണ്ടിട്ടില്ലേ? അങ്ങനെ ഓരോ ഭാഗം താഴേക്കിടുമ്പോഴും അതിൻ്റെ ഭാരം കുറയും. എന്നിട്ടത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകും. അത് ഒരു ഭാഗം വേർപ്പെടുത്താതെ എല്ലാ ഭാഗങ്ങളും പിടിച്ചു വെച്ചാൽ ഒരിക്കലും അത് ബഹിരാകാശത്തെത്തില്ല. നിങ്ങളുടെ ജീവിതം അതുപോലെയാണ്. നിങ്ങൾക്കുള്ള ഉയർച്ച വളരെ വലുതാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ ഉയർന്നതാണ്. പക്ഷേ മുന്നോട്ടുള്ള വഴി ദുർഘടം നിറഞ്ഞാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ശബരിമല പോവുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മല കയറുകയാണ്. ഇപ്പോൾ ഒരു 10-12 കിലോമീറ്റർ കയറാനുള്ളതെങ്കിലും നിങ്ങൾ അത്യാവശ്യമുള്ള സാധനം മാത്രമേ എടുക്കൂ, അല്ലേ? ചിലപ്പോൾ ഒരു തോർത്തുകൊണ്ട്, ഒരു ജോഡി ഡ്രസ്സ്, അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അല്ലാതെ ഒരു ബാഗ് മുഴുവൻ ഫുള്ള് സാധനങ്ങൾ കുത്തിവരച്ച് നിങ്ങൾക്ക് മല കയറാൻ പറ്റുമോ? അപ്പോൾ അധിക ഭാരവുമായി 10-12 കിലോമീറ്റർ തന്നെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 50 കിലോ ഭാരമുള്ള വൈകാരിക ഭാരം കൊണ്ട് അല്ലെങ്കിൽ ബാഗേജും കൊണ്ട് നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഉയരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അസാധ്യമാണ്. ഒരു ചെറിയ വെള്ളക്കുപ്പി സങ്കല്പിക്കാം. ഇതുപോലത്തെ ഒന്ന്, ഒരു 300 മില്ലി അല്ലെങ്കിൽ 500 മില്ലി ഉണ്ടാവും. നിങ്ങളൊരു 1 മിനിറ്റ് ഇങ്ങനെ പിടിച്ചെന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലേ?
ഇങ്ങനെ ഒരു 10 മിനിറ്റ് പിടിച്ചെന്നാലോ ചെറിയൊരു അസ്വസ്ഥത തോന്നും നമുക്ക്. 1 മണിക്കൂർ പിടിച്ചാൽ നിങ്ങളുടെ കൈ ചെറുതായി വേദനിക്കാൻ തുടങ്ങും. 2 മണിക്കൂർ പിടിച്ചാലോ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ കുപ്പി താഴെ ഇടും. കുപ്പിയുടെ വെയിറ്റ് മാറുന്നുണ്ടോ ഇവിടെ? ഇല്ല. പക്ഷെ എത്ര നേരം നിങ്ങൾ പിടിച്ചു നിൽക്കുന്നോ അത്രയും ഭാരം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും, അനുഭവപ്പെടും. ജീവിതം ഇതുപോലെ തന്നെയാണ്. ഒരു 8 കൊല്ലം മുന്നേ ആരോ നിങ്ങളോട് എന്തോ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 10 കൊല്ലം മുന്നേ ആരോ നിങ്ങൾ ചതിച്ചു, അതെപ്പോഴും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ആരോ ഒരിക്കലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു, അപമാനിച്ചു, അത് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് എപ്പോഴും നീറുന്നു. നിങ്ങളുണ്ടല്ലോ ആ വേദന ഉപേക്ഷിക്കാൻ തയ്യാറാത്തത് കൊണ്ടാണ് അത് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. ആരെങ്കിലും നിങ്ങളുടെ പൈസ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് എടുത്ത് ഓടിക്കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് വയ്ക്കാം. എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ സമാധാനം എടുത്ത് ഓടിയാലോ, അതിന് നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. ഇന്നലത്തെ വേദനകൾ ചുമന്നുകൊണ്ട് നടക്കാൻ മാത്രം ദൈർഘ്യമുള്ളതല്ല ജീവിതം. അത് വളരെ ഷോർട്ടാണ്. നമ്മൾ സ്കൂളിലൊക്കെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള, ജീവിതം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കഴിവ് പഠിപ്പിക്കുന്നില്ല. അവഗണിക്കുക, വിട്ടുകളഞ്ഞേക്കുക, മുന്നോട്ട് പോവുക എന്ന പാഠം. ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, അവൻ എന്നെ അപമാനിച്ചു, അല്ലെങ്കിൽ അവൾ എൻ്റെ കോൾ മനഃപൂർവ്വം എടുത്തില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഒരു നല്ല വാക്കാൾ എന്നോട് പറഞ്ഞില്ല, അവൾ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ആർക്കും നിങ്ങളെ അപമാനിക്കാൻ കഴിയില്ല. അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നു, നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ മാത്രമാണ് അത് അപമാനമാവുന്നത്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ അവർക്ക് നിങ്ങളെ അപമാനിക്കാൻ അനുവാദം കൊടുക്കുന്നത്? ആളുകൾക്ക് എന്തും പറയാം, നിങ്ങളെപ്പറ്റി പരദൂഷണം പറയാം, നിങ്ങളെ തെറ്റിദ്ധരിക്കാം, നിങ്ങളെപ്പറ്റി നുണകൾ പറയാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ സ്വപ്നങ്ങൾ അതൊക്കെ നിങ്ങളുടേതാണ്. അത് ആർക്കും വിട്ടുകൊടുക്കരുത്. അതിന് നിയന്ത്രണം നിങ്ങൾക്ക് മാത്രമായിരിക്കണം. നിങ്ങൾക്ക് ഉയരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ കഠിനമായ ഹൃദയമല്ല, മറിച്ച് ശക്തമായ ഹൃദയമാണ് വളർത്തിയെടുക്കേണ്ടത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ചെറിയ പയ്യനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാടായ രാമേശ്വരത്ത് പത്രം വിൽക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ആരോ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെയും ദാരിദ്ര്യത്തെയും പറഞ്ഞ് കളിയാക്കി. വലിയ കാര്യങ്ങൾക്കൊന്നും പറ്റിയവനല്ല, നീ എവിടെ എത്തില്ല എന്നൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കി. ഒരു മീൻപിടുത്തക്കാരൻ്റെ മകന് ഇത്രയും വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അത് തിരിച്ചൊന്നും പറഞ്ഞില്ല. ആ നിമിഷം ഒന്നും തെളിയിക്കാൻ ശ്രമിച്ചില്ല. പകരം അതിലും ശക്തമായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു. ആ അപമാനത്തെ അദ്ദേഹം തൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനാക്കി മാറ്റി. വർഷങ്ങൾക്ക് ശേഷം വലിയ സ്വപ്നം കണ്ടതിന് കളിയാക്കപ്പെട്ട അതേ മനുഷ്യൻ ഇന്ത്യയുടെ മിസൈൽ മാനായി, ജനങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റായി, ഈ രാജ്യം കണ്ട ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയുള്ള ഒരാളായി മാറി. അതാണ് ഏറ്റവും നല്ല മധുര പ്രതികാരം. ദേഷ്യത്തോട് പ്രതികരിക്കാതിരിക്കുക, മറ്റൊരാളുടെ മോശം ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് താഴ്ത്താതിരിക്കുക. പകരം ഒരുപാട് ഉയരുക, ഒരുപാട് വളരുക, ഒരുപാട് വിജയിക്കുക. ജീവിതം തന്നെ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ അപമാനങ്ങൾക്കും മറുപടി കൊടുക്കും. ചെറിയ യുദ്ധങ്ങൾ ചെയ്യാനായി പോകരുത്, വലിയ യുദ്ധങ്ങൾ ജയിക്കുക. അപ്പോൾ ഇതെപ്പോഴും മനസ്സിൽ വയ്ക്കുക, ഉയരത്തിൽ പറക്കാൻ എനിക്ക് എൻ്റെ ഭാരം കുറച്ചേ മതിയാവും. പഴയ വഴക്കുകൾ ഉപേക്ഷിക്കുക, ഈഗോ ഉപേക്ഷിക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുന്ന അപമാനങ്ങൾ ഉപേക്ഷിക്കുക, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉപേക്ഷിക്കുക, മറച്ചു വെച്ച ദേഷ്യത്തെ ഉപേക്ഷിക്കുക, നിങ്ങളുടെ വില തിരിച്ചറിയാത്ത ആളുകൾ ഉപേക്ഷിക്കുക. ഓർക്കുക, റോഡിലൂടെ നടക്കുമ്പോൾ ഭാരം ഒരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾക്ക് പറക്കണമെങ്കിൽ ഭാരം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ 35,000 അടി ഉയരത്തിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം താഴെ ഭൂമിയിൽ ഭാരമുള്ളതായിരിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ലൈറ്റാക്കുക, വിട്ടുകളയുക, മുന്നോട്ട് പോവുക, പറക്കുക. നിങ്ങളുടെ ആകാശം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ആയിരിക്കുക.